ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. എവിടെ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ടുള്ള റീറിലീസിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്, അതിന് സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സുസ്വാഗതം ഗുഷാമതി എന്ന് പറഞ്ഞിട്ടുള്ള മെയ് 16 റിലീസാവുന്ന അറിയിച്ചു. പിന്നെ ദ ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജോൺ അബ്രാമിൻ്റെ പടം ഒരാഴ്ച കഴിയുമ്പോൾ 19.45 കോടിയാണ് ഇന്ത്യയിൽ നിന്ന് നേടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട് കളക്ഷൻ. പിന്നെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 4 നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുന്ന അറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ കോർട്ട് സ്റ്റേറ്റ് യുഎസ് നോബഡി എന്ന് പറഞ്ഞിട്ടുള്ള ഞാനും പ്രസൻസ് ചെയ്യുന്ന പടത്തിലത്തെ 7 കളക്ഷൻ 39.60 കോടിയാണെന്നുള്ള അറിയിച്ചു. പിന്നെ ഒബാമ അയ്യോ രാമ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ മ്യൂസിക് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ആദ്യത്തെ മ്യൂസിക് എന്നുള്ള അറിയിച്ചു. പിന്നെ പടത്തിന്റെ ടീസർ വരാൻ പോവാണ് 24 രാവിലെ 11:07. അപ്പോൾ അതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ സെല്ലാർ എന്ന് പറഞ്ഞ പടം റിലീസിന് എത്തിയിട്ടുണ്ട്. പിന്നെ ഓളം എന്ന് പറഞ്ഞ പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ ഇന്ന് വരുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ വടക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ സ്നേക് പീക്ക് പുറത്തിറങ്ങി. പിന്നെ സ്വീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞ പടത്തിലത്തെ സ്നേക് പീക്ക് 2 പുറത്തിറങ്ങി. പിന്നെ കിസ് 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 എന്ന് പറഞ്ഞിട്ടുള്ള പടം തിയേറ്ററിൽ റിലീസ് ആയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ബി ഹാപ്പി എന്ന് പറഞ്ഞ പടത്തിലത്തെ രാജ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി OTTയിൽ റിലീസായ പാട്ടാണ്. പിന്നെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ രസമല എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ട്രോമ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് സ്നേക് പീക്ക് പുറത്തിറങ്ങി. പിന്നെ വിക്രം പ്രഭുവിന്റെ ലവ് മാരേജ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് സോണി മ്യൂസിക് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ദ വെർഡിക്റ്റ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്, അതിന് സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മാഡ് സ്ക്വയർ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് 7 days to go പോസ്റ്റർ വന്നു. പിന്നെ പടത്തിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഇതേ മുരളി എന്ന് പറഞ്ഞിട്ടുള്ള അഥർവ അഭിനയിക്കുന്ന പടം പടത്തിലത്തെ ഇതേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്നലെ 6 മണിക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്, നല്ല പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. കേൾക്കാതെ ഉണ്ടെങ്കിൽ കേട്ട് നോക്കുക. പിന്നെ മാത്യു തോമസ് അഭിനയിക്കുന്ന 3D റിലീസാകാൻ പോകണ പടം ലവ്ലി എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടെ ഏപ്രിൽ 4 റിലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറ്റിയിട്ട് വേറെ ദിവസത്തിലേക്ക് ആക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. കാരണം എമ്പുരാനൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. എന്തായാലും എമ്പുരാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെയിൻ റിലീസ് നമുക്ക് ഏപ്രിൽ 10 മാത്രമേ ഉള്ളൂ. അതേമാതിരി ആസിഫലിന്റെ ഒരു പടം ഉണ്ടായിരുന്നു ഏപ്രിൽ 3 ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതും നീട്ടിയിട്ട് ഏപ്രിൽ 17 ആക്കി എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ ഹരിഹര വീരമല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ഡബ്ബിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ അഭിനവ് സുന്ദർ നായക് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ അടുത്ത ഏറ്റെടുക്കാൻ പോകുന്ന പടം. ചില ആളുടെ ആദ്യത്തെ പടം മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടമായിരുന്നു. അത്യാവശ്യം നല്ല പടം തന്നെയായിരുന്നു. അതിനുശേഷം നെസ്ലിനെ വെച്ചിട്ട് എടുക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് ഈ മെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. അതേമാതിരി സെപ്റ്റംബറിലോ അല്ലെങ്കിൽ ഓഗസ്റ്റിലോ ആയിട്ട് അതിന്റെ ഷൂട്ട് തുടങ്ങും എന്നുള്ളതും കേൾക്കുന്നുണ്ട്. പിന്നെ മോഹൻലാലിന്റെ തുടരും എന്ന് പറഞ്ഞ പടത്തിലത്തെ കഥ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വരും എന്ന് പറഞ്ഞിരുന്നു ഇന്നലെ 7 മണിക്ക്. എന്തായാലും പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഇതിലത്തെ ഒരു പാട്ട് പുറത്തിറങ്ങുന്നു. അതേപോലെ തന്നെ ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും പടത്തിന്റെ സെൻസറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് UBR സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളതെന്ന് കേൾക്കുന്നുണ്ട്. അതേമാതിരി പടത്തിന്റെ റൺ ടൈം 2 മണിക്കൂറും 46 മിനിറ്റ് എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ പടത്തിന്റെ റിലീസ് മെയ് 1 ഉണ്ടാകും എന്നുള്ളതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ സൂര്യ റെട്രോ എന്ന് പറഞ്ഞ പടത്തിലത്തെ കണിമ എന്നുള്ള പാട്ട് പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ 5:05. എന്തായാലും പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രൊമോ ഇട്ടപ്പോൾ തന്നെ നല്ല പാട്ടാവുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് തന്നെയാണ് പാട്ട് കണ്ടോക്കിയത്. എന്തായാലും കിടലം പാട്ടായിട്ടാണ് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കേൾക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കേട്ട് നോക്കുക. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ടോനോ തോമസിന്റെ പടത്തിലത്തെ സുരാജ് ഞാർമുടിന്റെ പേര് ബഷീർ അഹമ്മദ് എന്നുള്ളതെന്ന് അറിയിച്ചു. പിന്നെ വീരധീരസുര എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ 4 മില്യൺ+ വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പടത്തിലത്തെ ബാലജിയുടെ പേര് വെങ്കട്ട് എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഒക്കെയുണ്ട്. ക്യാരക്ടർ പോസ്റ്ററാണ്. പിന്നെ ഈ പടത്തിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. UBR സർട്ടിഫിക്കറ്റിനാണ് കിട്ടിയിട്ടുള്ളത്. ഈ പടത്തിന്റെ റൺ ടൈമായി പറഞ്ഞു കേൾക്കുന്നത് 2 മണിക്കൂറും 42 മിനിറ്റും 28 സെക്കൻഡുമാണ്. പിന്നെ പടത്തിന്റെ പ്രൊമോഷൻ വർക്കായിട്ട് ടൂർ സ്റ്റാർട്ട് ചെയ്യാണ് വരും 22 ഹൈദരാബാദിൽ എന്നുവെച്ചാൽ ഇന്ന് ഹൈദരാബാദിൽ, പിന്നെ 23 ബാംഗ്ലൂർ, 24 യമനൂർ, തിരുവനന്തപുരത്ത് കേരളത്തിൽ, അത് കഴിഞ്ഞാൽ 25 മധുരയിൽ, തൃച്ചിയിൽ, പിന്നെ 26 കോയമ്പത്തൂർ, 27 ഫസ്റ്റ് ഡേ ഫസ്റ്റ് PVR സത്യം എന്ന് പറഞ്ഞിട്ടുള്ള ചെന്നൈയിലുള്ള തിയേറ്ററിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ അവിടത്തിന്റെ 6 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. കിള്ളം പോസ്റ്റർ തന്നെയാണ്. പിന്നെ തഗ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള മണിരത്നം AR റഹ്മാൻ കമലഹാസൻ കോമ്പോയിൽ ഇരുന്നോളം അവിടത്തിന്റെ മ്യൂസിക് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏപ്രിൽ 17 റിലീസ് ആവുമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ റിലീസിന് വരുന്നത്. പക്ഷേ അതിപ്പോൾ ഏപ്രിൽ 18 ഒഫീഷ്യലി കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ വിജയുടെ വരാനുള്ള പടമാണ് ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടം ഒക്ടോബറിൽ ഉണ്ടാവില്ല, പൊങ്കലിനായിരിക്കും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു 2026. അതിനാണ് ഇപ്പോഴും കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവിടത്തിന്റെ OTT റൈറ്റ്സിനുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് പോകാൻ ചാൻസ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും കണ്ടറിയാം ഏതിലൊക്കെ പോകുക, എങ്ങനെയൊക്കെ പോകണമെന്നുള്ളത്. അതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.